ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായ 6 ആഴ്ച നീണ്ടുനിന്ന മഹാകുംഭമേള ഇന്ന് അവസാനിക്കും. 43 ദിവസത്തെ മഹാകുംഭമേള ശിവരാത്രി ദിനത്തിൽ പ്രയാഗ്രാജിലെ സംഗമസ്ഥാനത്ത് അവസാന സ്നാനത്തോടെ ഇന്ന് സമാപിക്കുകയാണ്. ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ വിവിധ തുറകളിൽ നിന്നുള്ള 63.36 കോടി ആളുകൾ ഇതുവരെ പുണ്യസ്നാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു. ശിവരാത്രി ദിനമായ ഇന്ന് മഹാകുംഭമേള അവസാനിക്കുവാനിരിക്കെ പുണ്യസ്നാനം നടത്തുന്നതിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ബുധനാഴ്ച പുലർച്ചെ മുതൽ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്ന് 1 കോടിയിലധികം ഭക്തർ സംഗമത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്തിമ പുണ്യസ്നാന വേളയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഭക്തർക്ക് ആശംസകൾ നേരുകയും ചെയ്തു. ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേളയിൽ ഏകദേശം 40 കോടി സന്ദർശകർ പങ്കെടുക്കുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചത്. എന്നാൽ ഫെബ്രുവരി 24 ആയപ്പോഴേക്കും 63 കോടിയിലധികം പേർ പങ്കെടുത്തു കഴിഞ്ഞു. ഉത്സവത്തിന്റെ പര്യവസാനമായ അമൃത സ്നാൻ എന്ന അന്തിമ ആഘോഷത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. പൊതുജന സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുവാൻ അധികാരികൾ സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. ജനക്കൂട്ട നിയന്ത്രണം, ശുചിത്വം, മെഡിക്കൽ സേവനങ്ങൾ, സുരക്ഷ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ജനുവരി 26 അമാവാസയിൽ തിക്കിലും തിരക്കിലും 30-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ദാരുണമായ സംഭവത്തെ തുടർന്ന് ഈ നടപടികൾക്ക് പ്രത്യേക ഊന്നൽ നൽകുകയും ചെയ്തു. ഇന്ന് നടക്കുന്ന അന്തിമ അമൃത സ്നാനം കഴിഞ്ഞ് മടങ്ങുന്ന തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിനായി പ്രയാഗ്രാജിൽ നിന്ന് 350-ലധികം അധിക ട്രെയിൻ സർവീസുകൾ ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. സമാപന ദിവസമായ ഇന്ന് എല്ലാ സ്നാനഘട്ടങ്ങളിലും ശിവാലയങ്ങളിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ വൻതോതിൽ പോലീസിനെ വിന്യസിച്ചിരുന്നതായി മഹാകുംഭ് DIG വൈഭവ് കൃഷ്ണ പറയുകയും ചെയ്തു. മുഴുവൻ പ്രദേശവും വാഹന നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. സഞ്ചാരം സുഗമമാക്കുന്നതിനും പങ്കെടുക്കുന്ന എല്ലാവരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി ഒരു സോണൽ സംവിധാനത്തിലൂടെ ഗതാഗതം നിയന്ത്രിക്കുകയാണ്. 2025 മഹാകുംഭമേളയിലെ ശ്രദ്ധേയമായ സന്ദർശകരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖരും, കത്രീന കൈഫ്, അക്ഷയ് കുമാർ തുടങ്ങിയ സെലിബ്രിറ്റികളും, നിരവധി രാഷ്ട്രീയക്കാർ, നടന്മാർ, വ്യവസായ പ്രമുഖർ എന്നിവരും ഉൾപ്പെടുന്നു. തിരക്ക് കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ, റോഡുകൾ, നഗരത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ എന്നിവിടങ്ങളിൽ ഭക്തരുടെ നിരന്തരമായ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. വൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലോജിസ്റ്റിക്കൽ ഏകോപനം ഉറപ്പാക്കുന്നതിനും പോലീസ്, അർദ്ധസൈനിക സേനകൾ, ദുരന്ത നിവാരണ സംഘങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നിയമനിർവഹണ ഏജൻസികളെ വൻതോതിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്.